എല്ലാവർക്കും സ്വാഗതം. ബായ്ക്കിൽ ഇതുപോലെ സിബും വെച്ചു. അതുപോലെ ബായ്ക്ക് കഴുത്ത് ചതുരക്കഴുത്താണ് വെച്ചിരിക്കുന്നത്. അത് 2 പീസാണ് സെപ്പറേറ്റ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഒറ്റ പീസായിട്ട് കിട്ടാനില്ലായിരുന്നു. ഫ്രണ്ടിങ്ങനെ ഹാർട്ട് നെക്കും വെച്ചിട്ടുള്ള ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. ആദ്യമായിട്ട് മെയിൻ പീസിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ട് നമുക്ക് ഒരുപോലെ കിട്ടിയിട്ടില്ല, ഒന്നായിട്ട് വെട്ടിയെടുക്കാൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സെപ്പറേറ്റ് വേണം നമ്മളിതിൽ ചതുരക്കഴുത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ആ മെയിൻ പീസിലേക്ക് ഈ ലൈനിങ് ഇതുപോലെ അടിച്ചതിന് ശേഷം മറിച്ചിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ബാക്കി ചതുരം വയ്ക്കുന്നത് 2 പീസിലായതുകൊണ്ട് ആദ്യം ഒരു കാർബൺ പേപ്പർ, മഞ്ഞ കാർബൺ പേപ്പർ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ക്യാൻവാസിൻ്റെ വീതി 7 ഇഞ്ചും നീളം 8 ഇഞ്ചുമാണ്. ഇനി ഈ ക്യാൻവാസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം. കഴുത്തകലം 2.5 ഇഞ്ചും കഴുത്തിറക്കം 7 ഇഞ്ചുമാണ് എടുക്കുന്നത്. മുകളിൽ അടയാളപ്പെടുത്തിയ ആ 2.5 ഇഞ്ച് താഴെയും അതേപോലെ തന്നെ അടയാളപ്പെടുത്തിയാണ്. ആ അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് മുകളിലേക്ക് ഇങ്ങനെ സ്ക്വയർ വരച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് അത് വരച്ചെടുക്കണം. നല്ലതുപോലെ ഇങ്ങനെ അമർത്തി വല്ല പെൻസിലും ഒക്കെ ഉപയോഗിച്ച് നല്ലപോലെ അമർത്തി ഇതുപോലെ വരച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് മറുവശത്ത് തെളിഞ്ഞു കിട്ടുകയുള്ളൂ. ഇത് മറുവശത്ത് തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതൊന്നുകൂടെ ഉറപ്പിച്ച് പേന കൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ തെളിച്ച് ഇതുപോലെ സ്ക്വയർ വരച്ച് എടുക്കുകയാണ്. എന്ന് വെച്ചാൽ കാണാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, എനിക്കല്ലാതെ കാണാം. അങ്ങനെ ഇത് ഇനി സെപ്പറേറ്റ് ഇതുപോലെ രണ്ടും സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ്. ഇതുണ്ട് 2 പീസ് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ആ 2 പീസിൽ ഒരു പീസ് ഇതിലേക്ക്, ഇതൊരു ലൈനിങ് പീസാണ് അകത്ത് വയ്ക്കാനായിട്ട്, അല്ലെ കഴുത്തിന് അകത്തേക്ക് നമ്മൾ ഏതാണ് വയ്ക്കുന്നത് ആ പീസിലേക്ക് ഇത് ഒന്ന് തേച്ച് ഉറപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ 3 സൈഡിലേക്കും ലൈനിങ് പീസ് കൂടുതലായിട്ട് കിടക്കണം. 2 പീസും ഇതുപോലെ നമുക്ക് തേച്ചെടുക്കാം. ഒരു പീസിൽ തന്നെയാണ് ഞാൻ ഇത് 2 ഒട്ടിച്ചെടുത്തത്. അതിൻ്റെ നടുഭാഗത്ത് ഇതുകൊണ്ടോ കുറച്ച് തുണി ഇട്ടിരിക്കുന്നത് കണ്ടോ. ഇത് സെപ്പറേറ്റ് ഓരോ പീസേ വേണേലും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അതൊന്ന് സെപ്പറേറ്റ് ചെയ്യുവാണ്. അതിനുശേഷം നമുക്ക് 2 സൈഡിലേക്കാണല്ലോ വെക്കുന്നത്, 2 പീസേ വേണ്ടേ ഇത് വെച്ച് കൊടുക്കാൻ. അതിനുകൊണ്ട് ഇതിൻ്റെ 2 എണ്ണത്തിൻ്റെ സൈഡ് അടിച്ചെടുക്കണം. ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. 2 സൈഡാണ് അടിച്ചിരിക്കുന്നത്, ഒരു സൈഡ് നമ്മൾ അടിച്ചിട്ടില്ല. ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് ഇരിക്കുന്നത്. ഈ 2 പീസുകളും ബാക്ക് പീസിലേക്ക് ഇതുപോലെ ചേർത്ത് അടിച്ചു കൊടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെയാണ് അടിച്ചിരിക്കുന്നത്. അതായത് നല്ല ഭാഗത്ത് നിന്ന് ആ ക്യാൻവാസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് 2 ഭാഗം അടിച്ചിട്ടുണ്ട്. ആ 2 ഭാഗങ്ങൾ അടിച്ചതിന് അകത്ത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അടുപ്പേൽ കൊള്ളാതെ ആ കോർണറിൽ ഒരു കട്ടിട്ട് കൊടുക്കണം. ബാക്കിലെ മറു സൈഡിലും നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. 2 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. 2 സൈഡിലാണ്, അതുകൊണ്ട് സൈഡ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അടിച്ചെടുത്ത പീസ് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടി ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കാം. മൂല വരുന്ന ഭാഗം ഇങ്ങനെ കുത്തി നിർത്തി ഇങ്ങനെ മറിച്ചെടുത്ത് ഇതുപോലെ അടിച്ചെടുക്കാം. 2 വശത്തെ പീസും ഇതുപോലെ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് അകത്ത് സൈഡിൽ കൈത്തയ്യൽ തയ്ച്ച് കൊടുക്കണം. സിബിൻ്റെ അരികു വരുന്ന ഈ ഭാഗം ഇതുപോലെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് വേണം കൈത്തയ്യൽ തയ്ച്ച് കൊടുക്കാൻ. ഇപ്പോൾ ഇതുപോലെയാണ് ബാക്ക് കഴുത്ത് കിട്ടിയിരിക്കുന്നത്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 2.5 ഇഞ്ച് താഴത്ത് ഒരു വള്ളി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് തേച്ചെടുക്കാൻ വയ്യാത്ത തുണിയായതുകൊണ്ട് ഈ കഴുത്തിൻ്റെ മുകളിൽ കൂടി ഒരു ചെറുതായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് പതിഞ്ഞിരിക്കാനായിട്ട്. സിബ് വയ്ക്കാനായിട്ട് സിപ്പൊന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം അതിലേക്ക് ഇതുപോലെ അടിച്ച് കൊടുക്കാം. അടുത്ത സൈഡിലും അതുപോലെ തന്നെ തുണി ചേർത്ത് വെച്ചിട്ട് മുകളിൽ കൂടി അടിച്ചു കൊടുക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സിബ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ഇപ്പം ബാക്ക് പാർട്ട് കിട്ടിയിരിക്കുന്നത്. ഫ്രണ്ട് പാർട്ട് തയ്ക്കാനായിട്ട് ഇതുപോലെ ആണ് വക്രം വെട്ടിയെടുത്തിരിക്കുന്നത്. ഇത് 5 ഇഞ്ച് 2.5 ഇഞ്ച് കഴുത്തകലവും 5.5 ഇഞ്ച് കഴുത്തിറക്കമാണ് ഇതിന് എടുത്തിരിക്കുന്നത്. വക്രം 1 ഇഞ്ച് വീതിക്കാണ് എടുത്തിരിക്കുന്നത്. മുകൾ ഭാഗം നമ്മൾ വെടിവെച്ചിട്ടില്ല. അതിനുശേഷം ഇതിൻ്റെ സൈഡ് ഇതുപോലെ മടക്കി അടിക്കണം. കൂടുതലായിട്ട് വന്നിരിക്കുന്ന ഈ തുണി ഇതുപോലെ അകത്തു നിന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഭാഗം തിരിച്ചറിയാനായിട്ട് ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കാം. 2 ഭാഗത്തെ ആദ്യം ലൈനിങ് പീസും അതിന് മുകളിലേക്ക് മെയിൻ പീസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിലേക്ക് ഇതുപോലെ നെക്ക് വെച്ച് കൊടുക്കുക. മാറിപ്പോകാതിരിക്കാനായിട്ട് പിൻ ചെയ്ത് കൊടുക്കുകയോ നെക്കിൻ്റെ നടുഭാഗത്ത് ഒരടിപ്പ് കൊടുക്കുകയോ ചെയ്യാം. വക്രത്തേൽ അടിക്കാതെ വക്രത്തിന് അകത്തുകൂടി ഇതുപോലെ ചുറ്റുവട്ടം നമുക്ക് അടിച്ചെടുക്കാം.
നടുഭാഗത്ത് ഈ പോയിൻ്റ് വരുന്നിടത്ത് കുത്തി നിർത്തിയതിന് ശേഷം ഇങ്ങനെ തിരിച്ചിട്ടിട്ട് വേണം ബാക്കി അടിച്ചെടുക്കാൻ. നമ്മൾ ഇപ്പം ഇതിൻ്റെ അകത്തോടെ ഇതിലേക്ക് മൊത്തത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അകവശം കട്ട് ചെയ്ത് മാറ്റാം. നടുക്ക് ഒരു കട്ടിട്ട് കൊടുക്കണം. ബാക്കി ഭാഗങ്ങളിലും ഇതുപോലെ കട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മറിച്ചിടുമ്പോൾ ബുദ്ധിമുട്ട് വരും. പതിച്ച് വക്രത്തേലാണ് നമ്മൾ അടിക്കുന്നത്. ഇതുപോലെ പതിച്ച് അടിച്ചു കൊടുക്കുക. ബാക്ക് പാർട്ടുമായിട്ട് ഇനി നമുക്ക് ജോയിൻറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇവിടം അകത്തേക്ക് മടക്കി അടിക്കുന്നില്ല. ബാക്ക് പാർട്ട് ജോയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടെ മടക്കി അടിക്കുന്നത്. അതായത് ഇത് ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് ഇതുപോലെ വെച്ച് കൊടുക്കണം. ആ പുറത്തേക്ക് കിടക്കുന്ന ആ ഭാഗം വളച്ച് അകത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ അകത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്താൽ ജോയിൻറ്റ് ചെയ്യുന്ന ഈ ഭാഗം ഇതുകൊണ്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. രണ്ട് വശവും നമ്മൾ അങ്ങനെ അടിച്ച് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് കഴുത്തിൻ്റെ ആ അരികിൽ കൂടി മെയിൻ പീസിൽ നമ്മൾ ചെറിയൊരു പുറം കാണി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തേച്ചെടുക്കാൻ പറ്റാത്ത തുണി ആയതുകൊണ്ടാണ്. തേച്ചെടുക്കാൻ പറ്റുന്നതാണ്, തേച്ചെടുത്താലും മതി. അങ്ങനെ നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. വള്ളിയിൽ നമ്മൾ ലാറ്റ്കിൻ വെച്ചിട്ടുണ്ട്. ലാറ്റ്കിൻ ഉണ്ടാക്കുന്ന വീഡിയോ വേറെ ഇടുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.